السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. فيما لا يكره للمصلي. നിസ്കരിക്കുന്നവന് കറാഹത്തായ കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കറാഹത്തില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചില അനിവാര്യമായ കാര്യങ്ങളാണ്. നാലോ നിസ്കാരത്തിലേറ്റ പെട്ടതല്ലാണ്. ചില മദ്ഹബുകളിലൊക്കെ അത് കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പ്രത്യേകം കറാഹത്തില്ലാത്തതെന്ന് പറഞ്ഞ് എണ്ണി പറയുന്നത്. ഒന്ന്, ലാ ഇക്റഹു ലഹു ഷദ്ദുൽ വാസത്തി. മദ്യം ബന്ധിപ്പിക്കൽ, കെട്ടൽ കറാഹത്തില്ല. തുണിയൊക്കെ എടുത്ത് നിസ്കരിക്കുമ്പോൾ ഔറത്തൊക്കെ കാണുമല്ലോ ചിലപ്പോൾ തുണിയൊക്കെ എടുത്താൽ. അപ്പോൾ ഒരു ബെൽറ്റോ മറ്റോ ഒക്കെ ധരിച്ചാൽ ഒരു ഉഷാർ കിട്ടുമല്ലോ. മറ്റേ തുണിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു കൊടുക്കും, പാൻ്റൊക്കെ താഴോട്ട് വന്നു കൊടുക്കുക, സംസ്കാരത്തിൻ്റെ ഖുശൂഅൊക്കെ പോവും. ഖമീസിനൊന്നും ഇപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല. എന്നാലും വലാ തഖല്ലുദും ബി സൈഫി വനഹ്വിഹി. വാളോ കത്തിയോ അതുപോലെയുള്ള വസ്തുക്കൾ ധരിക്കുന്നതും കുഴപ്പമില്ല. വസ്ത്രം ധരിക്കുന്നതിന് ലബസ് എന്നാണ് പറയാം, പക്ഷെ ആയുധങ്ങൾ മറ്റുമൊക്കെ ധരിക്കുന്നതിന് തഖല്ലുദ് എന്നാണ് പറയാം. കാണുന്നില്ലേ? വലാ തഖല്ലുദുൻ ബി സൈഫി മിൻ ഇദാലം യസ്തഖിൽ ബി ഹർക്കത്തി. പക്ഷേ അതിൻ്റെ ഇളക്കം, അതിൻ്റെ ഹർക്കത്ത് നടത്തരുത്. അതിങ്ങനെ വെക്കുക എടുക്കുക ആ പരിപാടി നടത്തരുത്. അയിമലിങ്ങനെ ശ്രദ്ധിച്ചാൽ കറാഹത്താവും കേട്ടോ. യുദ്ധത്തിനാണെങ്കിൽ കുഴപ്പമില്ല. യുദ്ധത്തിനല്ലാതെ വെറുതെ ഇങ്ങനെ കത്തിയും വാളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റലും ഇറക്കലായാൽ, ഇപ്പോൾ മൊബൈലൊക്കെ ഗീസലിട്ടിട്ട് ഇങ്ങനെ അയിമലിങ്ങനെ ഷോലാകുകയാണെങ്കിൽ പിന്നെ ശരിയല്ലല്ലോ. മൊബൈൽ നിലത്ത് വെച്ച് നിസ്കരിക്കല്ലേ വേണ്ടേ. വല ഇതിന് അതുമേ പണിയെടുക്കുക, ഹർക്കത്ത് കൊണ്ട് ഷോലാവുക, അതുമേ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഒഴികെ. വല അദമു ഇദ്ഖാലി യദൈഹി ഫി ഫർജൈഹി വശഖഹു അലൽ മുഖ്താരി. അതിൻ്റെ രണ്ട് വിടവുകളുണ്ടല്ലോ വസ്ത്രത്തിൻ്റെ, അതിൽ കൈ പ്രവേശിക്കാതിരിക്കൽ, വല ഇക്റഹു പ്രവേശിപ്പിക്കാതിരിക്കൽ കറാഹത്തൊന്നുമില്ല. അതിൻ്റെ ഷക്കലും അല്ലെങ്കിൽ മുഖ്താരി. അതിൻ്റെ രണ്ട് വിടവുകൾ, എവിടെയാണ് വിടവുണ്ടാവുക, അതുപോലെ തന്നെ ഷക്ക്, അവിടെ കൈ പ്രവേശിപ്പിക്കാതിരിക്കൽ കറാഹത്തിൽ. അവിടെ പ്രവേശിപ്പിക്കണം എന്നൊന്നുമില്ല, കാരണം അവൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധ തെറ്റൊന്നുമില്ലല്ലോ. ചില ആൾക്കാർ കണ്ടില്ലേ, ഒരു വിടവുണ്ടാവും ആ ഖമീസിനും വസ്ത്രത്തിനും, അവിടെ ഇങ്ങനെ കൈയിട്ടിങ്ങനെ വെക്കും ചില ആൾക്കാർ. അങ്ങനെ കൈ ഇടാക്കൽ കറാഹത്തൊന്നുമില്ല, വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആരോ കൈയൊക്കെ അങ്ങനെ ഒതുക്കി അടക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ. ഏതായാലും ഖമീസിൻ്റെ ഒരു ഷിക്കും ഫുർജൈഹി എന്നൊക്കെയല്ലേ, ഫുർജിയെന്നോ അങ്ങനെ എന്തോ ഒരു സാധനമാണത്. ഏതായാലും തുറന്ന സ്ഥലത്തിനല്ലേ ഫറജ് എന്ന് പറയാം അല്ലേ. മുന്നിൽ തുറന്ന സ്ഥലം ഉണ്ടാവും, സൈഡിലുണ്ടാവും, ചിലതിൻ്റെത് സൈഡിലായിരിക്കും. ഏതായാലും പഴയ രീതിയിൽ അങ്ങനെയാണ് ഖമീസ്. അങ്ങനെ നമുക്കറിയില്ല, ഇപ്പൊക്കെ പല കോലത്തിലായില്ലേ. ഉള്ളിൽ ഈസലോലുണ്ട്, ഉള്ളിൽ ഓക്കെ. അലൽ മുഖ്താരി വല തവജ്ജുഹുലി മുസ്ഹാഫിൻ ഔ സൈഫിൻ മുഅല്ലഖിൻ. മുസ്ഹാഫിലേക്ക് തിരിയലും കറാഹത്തൊന്നുമില്ല. മുസ്ഹാഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ കറാഹത്തൊന്നുമില്ല. അല്ലെങ്കിൽ തൂക്കിയിട്ട വാളിലേക്ക്
മുസാഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ മുസാഫിനെ ആരാധിക്കലാണ്, വാളിലേക്ക് തിരിഞ്ഞിക്കൽ ആയുധത്തിനെ ആരാധിക്കലാണ്, ആയുധ പൂജയാണ്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ആയുധത്തിനൊക്കെ പൂജിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അള്ളാഹ് പറഞ്ഞില്ലേ, ലേഹുദു ഹിദ്റഹും ബാസ്ലിഹത്തുഹും, അവരുടെ സുരക്ഷയും ആയുധങ്ങളും എടുക്കട്ടെ എന്നുള്ള പറഞ്ഞില്ലേ. ഔ ലഹിരി ഖായിദിൻ യതഹദ്ദസു, ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പുറഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ കറാത്തനും, മുന്നിലൊരാൾ ഇരിക്കുന്നുണ്ട്. ഔ ലഹിരി ഖായിദിൻ യതഹദ്ദസു, അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് അയാളെ നേരെ മുന്നിലാവുമ്പോൾ അയാളെ ഇബാദത്ത് എടുക്കലല്ലേ, അയാളെ ആരാധിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിസ്കരിക്കാം. ഔ ഷംഇൻ ഔ സിറാജിൻ അലൽ അസ്ഹി, അല്ലെങ്കിൽ മെഴുകുതിരിയിലേക്ക് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ വിളക്കിലേക്ക് തിരിഞ്ഞിട്ടോ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അതൊന്നും ഇപ്പോൾ മജൂസിയുടെ ഇബാദത്താവും എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ. മെഴുകുതിരിയും വിളക്കും ഒക്കെ ആയാലും അതൊന്നുമില്ല. വലസുജൂദ് അലാ ബിസാത്തിൻ ഫീഹി തസാവീറു, ചിത്രങ്ങളുള്ള സൂറത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനത്തിൻ്റെ സൂറത്ത്, ജീവനുള്ള വസ്തുക്കളുടെ സൂറത്തുകളുള്ള വിരിപ്പിൽ സുജൂദ് ചെയ്യലും കറാഹത്തില്ല. വലാ സുജൂദ് അലാ ബിസാത്തിൻ ഫീഹി തസാവീറു ലം യസ്ജുദ് അലൈഹ. അസ്സുജൂദു അലാ ബിസാത്തിൻ ഫീഹി തസാവീറു. എൻ്റെ മോനുണ്ട് ഇവിടെ, ഓനോട് വർത്താനം പറഞ്ഞേന്. പിന്നെ നേരത്തെ പറഞ്ഞത് വസ്സുജൂദു അലാ സൂറത്തിൻ, സൂറത്തിന്മേൽ സുജൂദ് ചെയ്യൽ കറാഹത്താന്നാണ് പറഞ്ഞിരുന്നത്. സൂറത്തിന്മേൽ. ഇവിടെ പറയുന്നത് സൂറത്തുണ്ട്, പക്ഷേ സൂറത്തിന്മേൽ സുജൂദ് ചെയ്യുന്നില്ല, ആ വിരിപ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. നേരത്തെ കറാഹത്താന്ന് പറയുന്നത് സൂറത്തുള്ള ജീവനുള്ള വസ്തുവിൻ്റെ സൂറത്തുള്ള വിരിപ്പിൽ സൂറത്തിന്മേൽ സുജൂദ് ചെയ്യൽ കറാഹത്താന്നാണ് പറഞ്ഞിരുന്നത്, സൂറത്തിൻ്റെ മുകളിൽ. ഇവിടെ പറയുന്നത് അങ്ങനല്ല, സൂറത്തുകളുള്ള വിരിപ്പിന്മേൽ സുജൂദ് കറാഹത്തില്ല. പക്ഷെ എന്താകുന്നില്ല, ആ സൂറത്തിന്മേൽ സുജൂദ് ചെയ്യണില്ല. സൂറത്ത് വേറെ എവിടെയുള്ള സുജൂദ് ചെയ്യുന്നിടത്തല്ല, നെറ്റി വെക്കുന്നിടത്തല്ല. യസ്ജുദു അലൈഹ. അപ്പോൾ അതിമേ ചവിട്ടുകയൊക്കെ ആയിരിക്കും ചെയ്യാം. അപ്പോൾ ചവിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നമ്മൾ നേരെ നെറ്റി വെക്കുമ്പോഴല്ലേ പ്രശ്നം. അപ്പോൾ നെറ്റി ചവിട്ടൽ മറ്റൊന്നും പ്രശ്നമല്ല, നിസ്സാരാക്കലല്ലേ അത്. അതിൻ്റെ നേരെ മേലെ നെറ്റി വെക്കുമ്പോഴല്ലേ പ്രശ്നം. അടുത്തെന്തായിരുന്നു? പാമ്പിനെ കൊല്ലലും കറാഹത്തില്ല. നിസ്കാരത്തിൽ പാമ്പ് കടിച്ചാൽ നിസ്കാരം തുടരാൻ കഴിയൂലല്ലോ. ഖത്ലു ഹയ്യത്തിൻ വഅഖറബിൻ ഖാഫ അദാഹുമ, ബുദ്ധിമുട്ട് ഭയപ്പെട്ടു, അത് കടിക്കും തോന്നി, പിന്നെ അത് നോക്കിക്കല്ലോ. പാമ്പിനും കടുത്ത ഏടും അറിയില്ലല്ലോ, ഇയാൾ അള്ളാഹുവായിട്ട് നിസ്കരിച്ചാണ്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാണ്. അപ്പോൾ കറാഹത്തില്ല. ഓരോബി ദർബത്തൈനി, ഇനി 2 അടി കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഒരടിയല്ല 2 അടി കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. വൻഹെറാഫിൽ ഖിബിലത്തി, ഇനി ഖിബിലയിൽ നിന്ന് മാറിയാലും കുഴപ്പമില്ല. 2 അടി അടിച്ചു, അടിക്കാൻ വേണ്ടി ഖിബില നിന്ന് മാറിയല്ല. ഖിബിലക്ക് ഇരിഞ്ഞാൽ എന്നെ പാമ്പിനെ അടിക്കാൻ നിൽക്കുമോ? ഖിബിലക്ക് ഇരിഞ്ഞ് അടിക്കാൻ പാമ്പ് നിന്ന് തരുമോ? നിന്ന് തരുമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്യന്നെ. അപ്പോൾ 2 അടിയാണെങ്കിൽ അധികരിച്ച പ്രവൃത്തി കുഴപ്പമില്ല എന്ന് ചുരുക്കം.
നമ്മൾ കൊതുകിനെ കടിക്കൂലേ വല്ലാതെ ഇടങ്ങാറാക്കിയാലേ? അടിക്കേണ്ടി വരും. പിന്നെ രക്തമൊക്കെ ആകും. രക്തമാകുമ്പോൾ അധികരിച്ച രക്തമാകുമ്പോൾ പിന്നെ നിസ്കാരത്തിനൊക്കെ കുഴപ്പമാണ്. പക്ഷേ ഷാഫി മദബ് കുഴപ്പമാണ്. ഇവിടെ മദബ് കുഴപ്പമൊന്നുമില്ല. കൊല്ലുമ്പോൾ അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. വലാ ബഅസ ബിനഫ്ദി സൗബിഹി കൈ ലാ യൽതസിഖ ബിജസദിഹി ഫി റൂഇ. വസ്ത്രം ചെറുതായ രീതിയിൽ ഒന്ന് കുടയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റുക്കൂ ചെയ്യുമ്പം ശരീരവുമായി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല വിയർപ്പൊക്കെ ഉണ്ടാവൂലേ? അപ്പോൾ ശരീരമായിട്ട് ഒട്ടിപ്പിടിക്കുമ്പോൾ അവൻ്റെ അകത്തുള്ള അവയവമൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് കാണും. ചില ആൾക്കാർ റുക്കുവോ സുജൂദൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, അവരെ ഉള്ളിക്കൊക്കെ അവിടെ കയറിപ്പോണ്, ചന്തിൻ്റെ ഉള്ളിക്കൊക്കെ. അപ്പോൾ വസ്ത്രം ഒന്ന് കുടയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വലാ ബഅസ ബിനഫ്ദി സൗബിഹി കൈ ലാ യൽതസിഖ ബിജസദിഹി, ശരീരമായി ഒട്ടിച്ചേരാതിരിക്കാൻ വേണ്ടി റുക്കൂഇൽ. വലാ ബഅസ ബിമസ്ഹി ജബഹതിഹി മിന തുറാബി അവൽ ഹശീശി ബഅദൽ ഫറാഗി മിന സ്വലാത്തി. പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പുല്ലോ മണ്ണോ ഒക്കെ നെറ്റിയിൽ നിന്ന് തടവുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. സുജൂദിനുണ്ടായ മണ്ണാണ് പൊടിയാണ് കരുതിയിട്ട് തട്ടിക്കടയിൽ ഇപ്പോൾ നിസ്കാരത്തിനെ അവഗണിക്കലോ നിസ്കാരത്തിനെ നിസ്സാരാക്കലൊന്നും അല്ല. നെറ്റിമേലെ കുറച്ച് മണ്ണായാലും തട്ടിന്ന് കരുതിയിട്ടേ നിസ്കാരം കൊണ്ട് കുടുങ്ങി, നിസ്കാരം കൊണ്ട് ബുദ്ധിമുട്ടായി എന്നൊരു തോന്നലൊന്നും അവിടെ വേണ്ട. നെറ്റിമേലുള്ള പൊടിയോ മണ്ണോ തട്ടിക്കളയുന്നുണ്ട്. വലാ ബഅസ തെറ്റില്ല. ബിമസ്ഹത്തി ജബഹത്തിഹി മിന തുറാബി, നെറ്റിയിൽ നിന്ന് മണ്ണ് തടവുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവിൽ ഹശീശി, പുല്ല്, ബഅദൽ ഫറാഗി മിനസ്സലാ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കാൻ വേണ്ടി. വലാ ഖബലൽ ഫറാഗി, നിസ്കാരം കഴിയുന്നതിന് മുമ്പും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം അങ്ങനെ നെറ്റിമൽ പൊടിയോ അല്ലെങ്കിൽ ശരീരത്തിലോ കയ്യുമലോ മറ്റുമൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നിസ്കരിക്കുമ്പോൾ പൊതുവെ ഒരിടങ്ങാറാണല്ലോ. അപ്പോൾ ഇടങ്ങാറ് ഒഴിവാക്കുക, തട്ടി ഒഴിവാക്കുക. വലാ ബിന്നദ്രി ബിമൂഖി ഐനൈഹി മിൻ അരി തഹ്വീനും. അതേമാതിരി ഈ രണ്ട് കണ്ണിൻ്റെ അരുകില്ല, അരുക്കണ്ണുകൊണ്ട് എന്ത് ചെയ്യുക, വലത്തോട്ടോ എടുത്തോണ്ടോ നോക്കണതിന് കുഴപ്പമില്ല. മുഖം തെറ്റിക്കരുത് എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കൂലേ, മൂക്ക് ഐനൈഹി. വലാ ബിന്നദ്രി ബിമൂഖി ഐനൈഹി, രണ്ട് കണ്ണിൻ്റെ മൂക്കുകൊണ്ട്, രണ്ട് അറ്റല്ലേ മൂക്ക്, അതുകൊണ്ട് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലത്തോട്ടോ എടുത്തോട്ടോ ഇടം കണ്ണിട്ടാട്ടോ വലത്തും കണ്ണിട്ടാട്ടോ നോക്കണോ കുഴപ്പമില്ല. പക്ഷേ മുഖം തിരിക്കരുത് എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലൊക്കെ കറാത്തില്ലെങ്കിലും സൂലതമാണ്. പടച്ചോനെ മുന്നിൽ നിൽക്കുന്ന ആളെ ചെയ്യരുത്. അതേപോലെ വിരിപ്പോ മുസല്ലയോ ഒക്കെ ഇട്ട് നിസ്കരിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. വിരിപ്പ് വസ്ത്രത്തിൻ്റെ മറ്റുമൊക്കെ തോലിൻ്റെ ഒക്കെ വിരിപ്പിടൂലേ, കരിമ്പടൊക്കെ ഇടൂലേ, അങ്ങനെ ഇട്ട് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പായിട്ടൊക്കെ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 4 നേരം മണ്ണിൽ നിസ്കരിക്കലാണ് നല്ലത്. അതല്ലെങ്കിൽ മണ്ണുകൊണ്ട് ഭൂമിയിലുണ്ടായ സാധനമല്ലേ പായ, അങ്ങനെയുള്ള അതിലൊക്കെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. വലാ ബഅസ ബിസ്സലാത്തി അലൽ ഫുർഷി, വിരിപ്പിൽ നിസ്കരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. വൽ ബുസുത്തി, ബിസാത്തുകളും, വല്ലുബൂതി, ലിബദ്. എന്താ ലുബൂദ് പറഞ്ഞാൽ അതന്നെ അപ്പോൾ ഓരോരോ ഐറ്റം രോമത്തിൻ്റെ ആയിരിക്കും, നോക്കിയാൽ മതി. വാക്കർത്തായി വല്ലപ്പോൾ ഉത്തമ അസ്വലാത്തു അലൽ അർളി, ഭൂമിയുടെ മുകളിൽ നേരെ ഭൂമിയിൽ നിസ്കരിക്കലാണ്. ഔ അലാമാത്തുംബിതുഹു, അല്ലെങ്കിൽ ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കളില്ലേ. പഴയ കാലത്തൊക്കെ നമ്മളെ പള്ളികളിൽ പുൽപ്പായ ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ ഒക്കെ കുറേ പ്ലാസ്റ്റിക്കും ഒക്കെയാണുള്ളത്. അപ്പോൾ ഗ്രാനൈറ്റോ മാർബിളോ ഒക്കെ ഭൂമിയാണ്, അല്ലെങ്കിൽ ടൈൽസോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ ഭൂമി മുളപ്പിക്കുന്നത്. വിരിപ്പ് മറ്റൊന്നും ഉപയോഗിക്കാതെ
അതാണ് തവാളു, താഴ്മ എന്നാണ് പറയുന്നത്. ഇപ്പൊക്കെ നല്ല നല്ല കുഷ്യന എന്താ പറയുക, കാർപ്പറ്റൊക്കെ ഉണ്ട് വന്നു അല്ലേ. നമ്മളങ്ങനെ പ്രത്യേകം നിബന്ധന കറാത്തില്ലായ്മൊന്നും പറഞ്ഞിട്ടില്ല ഷാഫി മദ്ഹബിൽ. വലാബസ് ബി തക്രാറി സൂറത്തി റക്കായത്ത് മിനനഫിൽ. സുന്നത്ത് നിസ്കാരത്തിൽ 2 റക്കായത്തിൽ ഒരേ സൂറത്ത് ആവർത്തിക്കുന്നതിന് തെറ്റില്ല. ഫർദ് നിസ്കാരത്തിൽ ഒരേ റക്കായത്ത് ആവർത്തിക്കലാണ് പ്രശ്നം, ഒരേ സൂറത്ത് ആവർത്തിക്കലാണ് കറാഹത്ത് വരുന്നത്. സുന്നത്ത് നിസ്കാരത്തിൽ 2 റക്കായത്തിൽ ഒരേ സൂറത്ത് ആവർത്തിക്കുന്നതുകൊണ്ട് തെറ്റില്ല. വലാബസ് ബി തക്രാറി സൂറത്തി റക്കായത്ത് മിനനഫിൽ. ഇപ്പോൾ കുറേ പ്രവൃത്തി കൊണ്ടുള്ള കറാഹത്തുണ്ട്, കുറേ വാക്കുകൾ കൊണ്ടുള്ള കറാഹത്തുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് നിസ്കരിക്കുക, കറാഹത്ത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. നിസ്കാരം മുറിക്കൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ യുജുബ് ഖത്ഉ സ്വലാത്തി ബിസ്തിഗാസത്തി മൽഹൂഫിൻ. ഒരു ലഹ്ഫിൽ വലിയ പ്രയാസത്തിന് അനുഭവപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്ന ആളോട് സഹായം തേടിയാൽ നിസ്കാരം മുറിക്കൽ നിർബന്ധമാണ്. മൽഹൂഫ് പ്രയാസത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് പെട്ട ആൾ ലാബിൻ ഇതായ അഹദി അബയ്യോ, മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ നിസ്കാരം മുറിക്കൽ നിർബന്ധമൊന്നുമില്ല, ഫർദ് നിസ്കാരമാണല്ലോ. ഇനി നിസ്കാരം മുറിക്കൽ അനുവദനീയമായ കാര്യം ബെജൂസ് ഖത്തുഹാബി സരിക്കത്തിമായ ഇസാബി ദിർഹമൻ. ഒരു ദിർഹമിൻ്റെ വരെയുള്ള സാധനം കക്കുന്നുണ്ട് ഒരാൾ, അപ്പോൾ അതിനു വേണ്ടി അയാളിൽ നിന്ന് പിടിച്ചു വാങ്ങാണ്ട് അയാളെ തടയാൻ വേണ്ടി നിസ്കാരം മുറിക്കൽ അനുവദനീയമാണ്. അത് ദിർഹം പറയുമ്പോൾ ഓരോ കാര്യം വേറെ ആളതാണെങ്കിലും ശരി, പൈസ എല്ലാവരും കണക്ക് തന്നെയല്ലേ. ഹൗഫി ദീബിൻ അലാ കനമീൻ. തൻ്റെ ആടുണ്ട്, അപ്പോൾ ചെന്നായി പിടിക്കുന്നു പേടിച്ചു. കോഴിയുണ്ട്, അപ്പോൾ കോഴീനെ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടുപോകും, വീട്ടിലെ സാധനം. അപ്പോഴും ഹോഫി തറദ്ദി ആമാഫി ബീരി മനാവി. അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾ കിണറിലോ മറ്റോ വീഴുമെന്ന് ഭയപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വണ്ടി ഇപ്പം മറിഞ്ഞിക്കണ്, മൽഹൂഫാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപകടകരമായ, അവിടെയൊക്കെ നിസ്കാരം മുറിക്കൽ അനുവദനീയമാണ്. മറ്റൊരു നിർബന്ധം എന്നാണ് പറയുന്നത്, മൽഹൂഫ് വിളിച്ചാൽ മുറിക്കൽ നിർബന്ധമാണ്. ഈ കളവ് വരിക, അല്ലെങ്കിൽ ചെന്നായ ആടിനെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ആമ കിണറിലോ മറ്റൊക്കെ വീഴുന്നിടത്ത് മുറിക്കൽ അനുവദനീയമാണ്. നമ്മുടെ മതേബരി മുറിക്കൽ നിർബന്ധമാണെന്നാണ് കാണുന്നത്, കണ്ണോട്ടം കിണർ വീഴുമ്പോൾ. അതേമാതിരി നിർബന്ധമാകുന്നതുകൊണ്ട് മുറിക്കൽ അനുവദനീയമാകുന്നതുകൊണ്ട് പിന്തിക്കാവുന്നതുമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇതാ ഖാഫത്തിൽ ഖാബിലത്ത് മൗത്തൽ വരതി. ഒരു നേഴ്സ് അഥവാ പ്രസവം എടുക്കുന്ന പെണ്ണിനാണ് ഖാബിലത്ത് എന്ന് പറയാം. കുട്ടി മരിക്കുമോ എന്ന് ഭയപ്പെട്ടു. ഇപ്പോൾ ഈ പ്രസവത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പരിചരണത്തിലാണ് നേഴ്സ്. അപ്പോൾ അവിടുന്ന് പോയാൽ കുട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വജബ അറിയാ തഹീർ ഉസ്ലാത്ത്, നിസ്കാരം ബന്ധിക്കൽ നിർബന്ധമാണ്. അതിന് വക്തിയ സമയത്തെ വിട്ട് പിന്തിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഖത്ഉഹ ലൗ കാനത്ത് ഫിയ, നിസ്കാരത്തിനാണെങ്കിൽ നിസ്കാരം മുറിക്കൽ നിർബന്ധമാണ്. ഉറപ്പല്ലേ? വൈലാ ഫലാ ബഅസ. അങ്ങനെ അല്ലെങ്കിൽ പിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിസ്കാരം. കുട്ടീൻ്റെ മരണം ഭയപ്പെടുന്നൊന്നുമില്ലെങ്കിൽ, കുട്ടീനെ എടുക്കേണ്ടതാണ്, മരണം ഭയപ്പെടുന്നൊന്നുമില്ലെങ്കിൽ പിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പിന്തിക്കാം. അപ്പോൾ തുഖ്ബിലു അലൽ വലതി. എന്നിട്ട് എന്ത് ചെയ്യുക, നിസ്കാരം പിന്തിച്ചിട്ട് കുട്ടീൻ്റെ കാര്യത്തിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അതിന് കുഴപ്പമില്ല, കുട്ടീനെ സ്വീകരിക്കുക. അതുപോലെ തന്നെ വക്കതിൽ മുസാഫിറിന് ഖാഫൽ ലുസൂസ ഖുത്താ തരീഖി. കള്ളനെ ഭയപ്പെട്ടു യാത്രക്കാരനായ നിസ്കാരക്കാരനാണ്, അല്ലെങ്കിൽ വഴി കവർച്ചക്കാരെ ഖുത്താഉ തരീഖ്. ജാസിലു തഅഖീറുൽ വഖ്തിയ്യത്തി. ആ വഖ്തിയ നിസ്കാരത്തെ പിന്തിക്കൽ അനുവദനീയമാണ്. നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ സമയം നോക്കി കള്ളന്മാരുണ്ടാവില്ലേ, അപ്പോൾ ഇനി ഒരു മാസം യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പം നിസ്കരിക്കേണ്ടെന്ന് വെക്കാന്നർത്ഥം. നമ്മളെ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ലഗേജ് വെച്ച് നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിസ്കരിക്കേണ്ട, പിന്തിക്കാൻ. നമ്മളെ ദീനിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ പോരെ നിങ്ങൾക്ക്. ഒമാ ജാല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജിൻ. അള്ളാഹു നിങ്ങൾക്ക് ദീനിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ലാ ദററ വലാ ദിറാറ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ബുദ്ധിമുട്ടിക്കലുമില്ല ബുദ്ധിമുട്ടിക്കലുമില്ല എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ അതിൻ്റെ അടിസ്ഥാനം. ഇനി നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ പ്രതിഫലമാണ് പറയുന്നത്. നോമ്പൊക്കെ താരിഖു സ്വലാത്തി അംദൻ. നിസ്കാരം മനഃപൂർവ്വം മടിച്ച് ഒഴിവാക്കി, കസനൻ മനഃപൂർവ്വം മടിയനായി ഒഴിവാക്കിയാൽ യുളറബ് ദർബൻ ശരീരൻ, നല്ലോണം കൊടുക്കാൻ അടി. ഹത്താ യസീല മിൻഹുദം, രക്തം കൊണ്ട് ഒലിക്കുന്നത് വരെ. യുഹ്ബസു ഹത്താ യുസല്ലി, നിസ്കരിക്കുന്നത് വരെ അവനെ തടവിലിടണം. വകദാ താരിഖ് സൗമി റമദാൻ. റമദാൻ നോമ്പ് ഒഴിവാക്കിയവൻ അങ്ങനെ തന്നെയാണ്. വലാ യുഖ്തലു, കൊല്ലൊന്നും വേണ്ട. ഇല്ലാ ഇദാ ജഹദ,
നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിച്ചാലല്ലാതെ, നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിച്ചാൽ കൊല്ലാം. അവിസ്തഖഫ ബിഹദിഹിമ, അല്ലെങ്കിൽ നോമ്പോ നിസ്കാരം ഏതെങ്കിലും ഒന്നിൻ്റെ കാര്യം നിസാരമാക്കി, ഇസ്തഖഫാറാൻ ഖഫീഫാക്കി നിസാരാക്കി തള്ളി, അപ്പം കൊല്ലാം. ഒന്നിക്കൽ നിഷേധിച്ചു, അങ്ങനെ അള്ളാഹ് ഒരു നോമ്പും നിസ്കാരമൊന്നും നിർബന്ധമാക്കിയില്ല എന്ന് പറഞ്ഞു, അപ്പം എന്ത് ചെയ്യുക? കൊല്ലാം. അല്ലെങ്കിൽ എന്ത് നോമ്പടോ എന്ത് നിൽക്കാരടോ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചു, അപ്പോഴും കൊല്ലാം. ഹനഫി മദ്ഹബ് പ്രകാരം നിസ്കാരം ഉപേക്ഷിച്ചവനെ കൊല്ലാൻ പറ്റൂല എന്നാണ്. ഷാഫി മദ്ഹബിൽ നിസ്കാരം ഒഴിവാക്കിയവനെന്നെ എന്താക്കുക? കൊല്ലണം എന്നാണ് നിയമം. അങ്ങനെ കൊല്ലണ സാഹചര്യമൊന്നും ഉണ്ടാവില്ല. തല പോകുന്നുണ്ട്, നീ നിസ്കരിച്ചൂല, ഓനോട് പറയും നിസ്കരിക്കടാ എന്ന് പറയും. നിസ്കാരം നിർബന്ധമെന്നോ പറയുന്നുണ്ട്, എനിക്കാവില്ല എന്ന് പറഞ്ഞു. നിസ്കരിക്കടാ അല്ലെങ്കിൽ എന്നെ കഴുത്തി ഞാൻ പെട്ടു എന്ന് പറഞ്ഞു. ഓന് സമയം കൊടുത്തു, ഞാൻ നിസ്കരിച്ചില്ല പറഞ്ഞു. ഓനെ കൊല്ലണം എന്നാണ് ഷാഫി മദ്ഹബിലെ നിയമം. നോമ്പിന് ഷാഫി മദ്ഹബിൽ നോമ്പ് വെച്ചിട്ടില്ലെങ്കിൽ കൊല്ലാൻ പറ്റില്ല. നിസ്കാരമാണ് വലിയ ഗൗരവമുള്ളത്. ഷാഫി മദ്ഹബിൽ നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിച്ചാലോ നോമ്പിൻ്റെ വുജൂബിനെ നിഷേധിച്ചാലും കൊല്ലണം, അത് വേറെ കാര്യം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കൊല്ലണം എന്നാണ് ഷാഫി മദ്ഹബ്. നോമ്പ് പറ്റിയില്ലെങ്കിൽ കൊല്ലണം എന്നില്ല, ഹജ്ജ് ചെയ്തില്ലെങ്കിലും കൊല്ലണം എന്നില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത്, നിസ്കാരത്തിൻ്റെ ഫർളിനെ നിഷേധിച്ചു എന്ന് പറഞ്ഞില്ലേ, ദീനിൽ ഇജ്മാഅൻ അറിയപ്പെട്ടൊരു കാര്യം നിഷേധിച്ചാൽ, ദീനിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കമില്ലാത്ത വിധം അറിയപ്പെട്ട ഒരു കാര്യം നിഷേധിക്കുമ്പോഴാണ് എന്താവുക? ഒരാൾ കാഫിറാവുക. അപ്പോഴാണ് അയാളെ കൊല്ലണം എന്ന് പറയുന്നത്. അയാൾ തൊള്ളോട് പറഞ്ഞാൽ മതി, എനിക്ക് നിർബന്ധം വിശ്വാസം ഉണ്ടെന്നാണ് അയാൾ ഇഷ്ടപ്പെട്ടും ചെയ്ത്. അപ്പോൾ മുർത്തദിൻ്റെ ഹുക്കുമാണ് അയാളിൽ ഉണ്ടാവുക. പിന്നെ ഇപ്പം കൊന്ന വിവരം അറിയും. അല്ല, ഇതൊക്കെ ഭരണാധികാരിക്ക് ഇതിനൊക്കെ അവകാശമുള്ളൂ, അല്ലാതെ സാധാരണക്കാർക്കൊന്നുമില്ല. നിസ്കാരം നടക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ഇപ്പോൾ തല പോകുന്ന അറിയണമെങ്കിൽ ഞാൻ ഓൻ പോയി 2 റക്അത്ത് നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചോളാന്ന് അറിയില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പിന്നെ നടക്കണ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിസ്കരിക്കുന്നുണ്ടോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ എന്താണ്, ഒരു വ്യവസ്ഥിതിയെ, ഒരു മതത്തെ തന്നെ തള്ളുന്ന വിധത്തിൽ പരസ്യമായിട്ട് പറയുമ്പോഴല്ലേ ആൾക്കാരെ അറിയുള്ളൂ, അല്ലെ ഭരണാധികാരി അറിയുള്ളൂ. അല്ലെ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചില്ലെങ്കിൽ അങ്ങനെ അറിയാം. പള്ളി നിസ്കരിച്ചില്ലെങ്കിലോ നിസ്കരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പള്ളിയൊന്നും നിസ്കരിക്കുന്നില്ല, ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കണ പറഞ്ഞാൽ. അപ്പം അങ്ങനെ തല പോകുന്ന കേസൊന്നും ഉണ്ടാവില്ല. അത്രയും ഒരു മതദ്രോഹിയും രാജ്യദ്രോഹിയുമാകുന്ന വിധത്തിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റിൽ ഇതിൻ്റെ ഒരു ദീനിൽ തർക്കമില്ലാത്തൊരു വിഷയത്തെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ ആ ചോദ്യം ചെയ്യൽ ഒരു ധിക്കാരമാണ്, ഒരു ഇസ്ലാമിക സ്റ്റേറ്റിനെ വെല്ലുവിളിക്കലാണ്. അപ്പോൾ വെല്ലുവിളിക്കുമ്പോൾ എന്താണ് അത് നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ മോനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ 2 സാക്ഷികൾ മുഖേന ഹാജരാക്കുമ്പോൾ അല്ല ഞാൻ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ മോന് പോകാം. അപ്പോഴും പറയണേ, അപ്പോൾ അതൊരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലുണ്ട്. അവിടെ ഒരു അരാജകത്വവാദിയായി മാറുന്നുണ്ട്. അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഓക്കെ. വസല്ലല്ലാഹു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കൽ മുത്തഖീൻ. അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ വഅല്ലിംനാ തഅ്വീലൽ ഖുർആൻ. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹ്ശുർനാ ഫീ ഇബാദിക്കസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم بارك لنا في أنفسنا وديارنا وأولادنا وأزواجنا ومعاملاتنا وتجاراتنا يا رب العالمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله.